ഡേവിഡ് വിജയാണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കളുടെ അഭിപ്രായം വളരെ വേഗത്തിൽ ചുരുക്കി പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അയ്യോ, അത് വലിയ ഒരു വിഷയമാണ്, ചുരുക്കി പറയാൻ പറ്റുന്നതല്ല. നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ നമ്മൾ ഈ കുക്കിംഗ് ഗ്യാസിന്റെ കാര്യം ആൾക്കാരുടെ പ്രയാസവും മാത്രമേ കേൾക്കുന്നുള്ളൂ. CNG ഉണ്ട്, അതിന്റെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ വളത്തിന്റെ ഇതിനെ ബാധിക്കും, ഫെർട്ടിലൈസറിനെ. അതൊക്കെ ലോങ് ടേം എഫക്ട്സ് ആണ്. അപ്പൊ കൃഷിയൊന്നും കാര്യത്തിൽ നടക്കുകയില്ല. ഭക്ഷണമില്ല, ഭക്ഷ്യധാന്യങ്ങളുടെ വിലയൊക്കെ കുതിച്ചു വരും. പിന്നെ സിമെന്റ് ഇൻഡസ്ട്രിക്ക് വേണ്ട, നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞു, എനിക്ക് എന്താന്ന് അറിഞ്ഞുകൂടാ. ഞാൻ എന്റെ മക്കളൊക്കെ ഇതിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് എനിക്ക് പല വിഷയങ്ങളും അറിയാം. പെറ്റ് കോക്ക് എന്നൊക്കെ പറഞ്ഞ് വലിയ റിഫൈനറീസിന് പോകുന്നതുകൊണ്ട് സിമെന്റ് ഒക്കെ ഉണ്ടാക്കുന്നത്, അതും അവിടെ ബ്ലോക്ക് ആവും. പക്ഷെ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഡൊമസ്റ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നമ്മളുടെ നെഗ്ലിജൻസ് ഉണ്ട്, അവസ്ഥയുണ്ട്. കാരണം ചൈനയിലെ മാതിരി തന്നെ ഇവിടെ മിൽമ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ അതിൽ കൗഡങ്ങ് കൊണ്ട് നമുക്ക് ഈ ഗോബർ ഗ്യാസ് ഒക്കെ ഉണ്ടാക്കിയ ഒരു കമ്മ്യൂൺ എന്നുള്ള നിലയ്ക്ക് അവിടുന്ന് സിലിണ്ടർ വഴിയായിട്ടോ കുഴൽ വഴിയായിട്ടോ ഒക്കെ കുറച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കുക്കിംഗ് ഗ്യാസ് ഇങ്ങനെ അറബികൾ എന്നും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അവിടുത്തെ ചെറിയ സ്ഥലത്ത് കുറച്ച് പരിഹാരം, അതൊരു ചെറിയ പരിഹാരം മാത്രം ചില സ്ഥലത്തൊക്കെ ഉപയോഗിക്കാം. അയ്യോ അല്ല, എനിക്ക് അറിയാവുന്നതുകൊണ്ടാ പറയുന്നത്. ചൈനയിൽ അവർക്ക് ഇത്രയും വലിയ പ്രശ്നമല്ല, പക്ഷെ അവര് പുറത്ത് പ്രശ്നം ഉണ്ടെന്നേ കാണിക്കുള്ളൂ. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. എല്ലാവരും തന്നെ ഈ വിഷയത്തിൽ ഇന്ത്യക്കാരുടെ പൊതുവായ ആശങ്ക, ഇന്ത്യയുടെ ആകെ ആശങ്കയാണ് പ്രധാനമായും പങ്കുവെക്കുന്നത്. ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ എന്തായാലും ഗാർഹിക ഉപഭോക്താക്കൾക്ക് LPG സിലിണ്ടറുകൾക്ക് അങ്ങനെ ക്ഷാമമില്ല, ചില നിയന്ത്രണങ്ങൾ മാത്രമാണുള്ളത്. വാണിജ്യ സിലിണ്ടറുകൾക്കാണ് അത്തരത്തിലേക്കുള്ള ചെറിയ പ്രയാസമുള്ളത്. അങ്ങനെയാണ് ഹോട്ടലുകളൊക്കെ അടയ്ക്കേണ്ടി വന്നത്. പക്ഷേ അപ്പോഴും ആവർത്തിച്ചു പറയുന്നു, ചിലരെങ്കിലും മനഃപൂർവ്വം ആശങ്ക വർദ്ധിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. ചിലരെങ്കിലും പൂഴ്ത്തിവെച്ച് വൻ പണത്തിന് വേണ്ടി അത്തരം കരിഞ്ചന്തയിൽ വിൽക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇതെല്ലാം അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ കരിഞ്ചന്തക്കാരെ, പൂഴ്ത്തിവെപ്പുകാരെ എവിടെയെങ്കിലും കണ്ടാൽ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളടക്കം അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നതുകൂടി പ്രേക്ഷകരെ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയമായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.